മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ആകെ പരിശോധിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മതേതര ജനാധിപത്യ ഇന്ത്യയെ വീണ്ടെടുക്കാൻ വേണ്ടി നടത്തിയ പോരാട്ടത്തിന്റെ ഉജ്ജ്വല വിജയമാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ അടക്കം നടന്നിട്ടുള്ള വിജയം എന്നാണ് എൻ്റെ വിശ്വാസം. ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭാരത് ജോഡോ യാത്ര, ഭാരത് ജോഡോ ന്യായ യാത്ര, കോൺഗ്രസ് എന്ന ദേശീയ മതേതര പ്രസ്ഥാനം ഏറ്റവും വലിയ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ഇന്ത്യ മുന്നണിയെ കെട്ടിപ്പടുക്കുന്നതിനും ഇന്ത്യ മുന്നണിയുടെ ഐക്യത്തിലൂടെ ഒരു വലിയ പ്രതിപക്ഷ നേതൃനിരയെ വളർത്തിക്കൊണ്ടുവരുന്നതിനും ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിയ ഉദ്യമം വിജയത്തിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ദേശീയ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 400-ലധികം സീറ്റിന്റെ ഭൂരിപക്ഷം നേടുമെന്ന് പാർലമെന്റിൽ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ച നരേന്ദ്രമോദിക്കും BJPക്കും അതിശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ളത്. ആ മുന്നേറ്റം പ്രത്യാശ നൽകുന്നതാണ്, പ്രതീക്ഷ നൽകുന്നതാണ്. മതേതര ജനാധിപത്യ ഇന്ത്യയെ ദുർബലപ്പെടുത്താൻ ഒരു ശക്തിയെയും അനുവദിക്കില്ല എന്ന് മതേതര ഇന്ത്യയിലെ ജനങ്ങൾ ഉച്ചസ്ഥരം വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണിത്. മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയെ മാറ്റിമറിക്കാനും ഭരണഘടനയെ ഭേദഗതി ചെയ്തുകൊണ്ട് മതേതര ഇന്ത്യയെ ദുർബലപ്പെടുത്തി മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റാനും വേണ്ടിയിട്ടുള്ള പ്രഖ്യാപിതമായ BJPയുടെ നയത്തിന് ഏറ്റ കനത്ത തിരിച്ചടി കൂടിയാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരായി പ്രധാനമന്ത്രി നടത്തിയ അതിനിശ്ചിതമായിട്ടുള്ള ഹീനമായ മനുഷ്യത്വരഹിതമായിട്ടുള്ള വിമർശനങ്ങൾ അടക്കമുള്ളവയ്ക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ്, ഞാൻ ആവർത്തിച്ച് പറയുന്നു, മതേതര ജനാധിപത്യ ഭാരതത്തെ വീണ്ടെടുക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ കഴിഞ്ഞ 1.5 വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന നിരന്തരമായ പോരാട്ടത്തിന്റെ പരിണത ഫലമാണ് ഉജ്ജ്വലമായ മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് ദേശീയ തലത്തിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. അതിന്റെ പ്രതിഫലനം കൂടിയാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലും കേരളത്തിലും UDFനുണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിജയമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരത്തെ പോലെ തന്നെ മതേതര ജനാധിപത്യ ഭാരതത്തെ ദുർബലപ്പെടുത്തി മതവൽക്കരിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങൾക്കെതിരായ കേന്ദ്ര ഗവൺമെന്റിനെതിരായി ലഭിച്ച തിരിച്ചടിയെ പോലെ തന്നെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഗവൺമെന്റിനുള്ള ഏറ്റവും കനത്ത താക്കീത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ സഞ്ചരിച്ചപ്പോൾ, ജനങ്ങളുമായി ആശയവിനിമയം നടത്തിയപ്പോൾ കനത്ത അമർഷവും പ്രതിഷേധവും പകയും വിദ്വേഷവുമാണ് സത്യത്തിൽ ഈ സംസ്ഥാന ഗവൺമെന്റിനെതിരായി. ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങളിലുള്ള അതിശക്തമായ പ്രതിഷേധം ഒരു വലിയ കൊടുങ്കാറ്റായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും നയങ്ങൾക്കെതിരായിട്ടുള്ള കനത്ത താക്കീത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി പ്രധാനമായും വിശ്വസിക്കുന്നത്. അതോടൊപ്പം മതേതര ജനാധിപത്യ ഇന്ത്യയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ ദൗത്യം, അതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. UDF ഈ തെരഞ്ഞെടുപ്പിൽ നല്ല പൊളിറ്റിക്കൽ ക്യാമ്പയിനാണ് നടത്തിയത്. ആ പൊളിറ്റിക്സ് മതേതര ഇന്ത്യയെ, ജനാധിപത്യ ഇന്ത്യയെ വീണ്ടെടുക്കുക എന്നുള്ള ഒരു വലിയ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെച്ചത്. ആ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് വർഗീയ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളത്തിൽ വടകര അടക്കമുള്ള നിയോജക മണ്ഡലത്തിൽ പരിശോധിച്ചാൽ അറിയാം, സാമുദായിക വർഗീയതയെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സാമുദായിക ധ്രുവീകരണം കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ CPM, പ്രത്യേകിച്ചും കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയ ഹീനമായ പരിശ്രമത്തിനുള്ള കനത്ത തിരിച്ചടി കൂടിയാണ് മതേതര കേരളത്തിലെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അതിശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് നല്ല വിജയം ഈ തെരഞ്ഞെടുപ്പിൽ സമ്മാനിച്ചിട്ടുള്ളത്. UDF നല്ല രീതിയിലൊരു മുന്നേറ്റം ഉണ്ടാക്കുമ്പോൾ തന്നെ കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. സുരേഷ് ഗോപി കൊല്ലത്ത് വിജയിച്ചിരിക്കുകയാണ്. വലിയൊരു ഭൂരിപക്ഷം ഉണ്ടായിരിക്കും. തൃശ്ശൂർ വിജയിച്ചിരിക്കുകയാണ്. വലിയൊരു ഭൂരിപക്ഷമുണ്ട്. അവിടെ നോക്കുമ്പോൾ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ പ്രതാപന് കിട്ടിയ വോട്ടിലും വലിയ രീതിയിൽ ഇപ്പോൾ മുരളീധരനിലേക്ക് വന്നപ്പോൾ കുറവ് സംഭവിച്ചിട്ടുണ്ട്. തൃശൂർ തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് സൂക്ഷ്മമായ പരിശോധന ആവശ്യമാണ്. ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ മുന്നണി എന്ന നിലയിൽ തീർച്ചയായിട്ടും UDFന്റെ ഭാഗത്തു നിന്നും UDFന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലും അതിസൂക്ഷ്മതലത്തിലുള്ള വിലയിരുത്തൽ അതുമായി ബന്ധപ്പെട്ട് നടത്തും. BJP അക്കൗണ്ട് തുറന്നു എന്നുള്ളത് ഞങ്ങൾ സമ്മതിക്കുന്നു. അത് സമ്മതിക്കുമ്പോൾ തന്നെ അതിനാധാരമായ കാരണങ്ങളെ സംബന്ധിച്ച്, അവിടുത്തെ വോട്ടിംഗ് പാറ്റേണിനെ സംബന്ധിച്ച് വിശദാംശങ്ങൾ പരിശോധിച്ചതിന് ശേഷം അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ തീർച്ചയായും കോൺഗ്രസിന്റെയും UDFന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വോട്ടിങ്ങിന്റെ വിശദാംശങ്ങൾ കിട്ടിയാൽ മാത്രമേ ആ കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായ അഭിപ്രായം പറയാൻ കഴിയൂ. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ
വോട്ടിംഗ് ശതമാനത്തിൽ അവർ കൈവരിച്ചിട്ടുള്ള വർധനവ് അതാണ് ഗൗരവതരമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടുന്ന പ്രശ്നമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചതിനേക്കാൾ ഗണ്യമായ വോട്ട് BJPക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമായ സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യമായിട്ടുള്ള അസസ്മെന്റ് ആയിട്ടില്ല. അതുപോലെ ആലപ്പുഴ നിയോജക മണ്ഡലം അടക്കമുള്ള വിവിധ നിയോജക മണ്ഡലങ്ങളിൽ BJPക്ക് ഉണ്ടായിട്ടുള്ള വോട്ടിംഗ് ശതമാനത്തിലെ വർധനവ് തീർച്ചയായിട്ടും വിലയിരുത്തപ്പെടേണ്ടതാണ്. രാഷ്ട്രീയ കേരളത്തിന്റെ ഭാവി ഗതിവിഗതികൾ നിർണ്ണയിക്കുന്നതിൽ ആ ഒരു മൗലികമായ പരിശോധനയും തുടർ നടപടികളും അത്തരം കാര്യങ്ങളിൽ ആവശ്യമാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഡീറ്റെയിൽസ് കിട്ടിയതിന് ശേഷം മാത്രമേ ആ കാര്യങ്ങളിൽ കൃത്യമായ ഒരു വിലയിരുത്തൽ നടത്തി അഭിപ്രായം പറയാൻ കഴിയൂ. ഏതായാലും തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാണ്. എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്കെല്ലാം അറിയാം, മാധ്യമങ്ങൾ ഉൾപ്പെടെ സകല സംവിധാനങ്ങളും എതിരായി നിന്നിട്ടും അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള സംസ്ഥാന മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കൽത്തുറുങ്കിൽ അടച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടും അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. ഇന്ത്യൻ നാഷണൽ AICCയുടെ ഫൈനാൻഷ്യൽ അക്കൗണ്ട് അവർ ഫ്രീസ് ചെയ്തു, മരവിപ്പിച്ചു. കൈയും കാലും കെട്ടിയിട്ടതിന് ശേഷം തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് ഗുസ്തി നടത്തുന്നത് പോലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ ED ഉപയോഗിച്ച് കേന്ദ്രാന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേസെടുത്തും അറസ്റ്റ് ചെയ്തും അകത്തിട്ടും അക്കൗണ്ടുകൾ മരവിപ്പിച്ചും എല്ലാ തരത്തിലും ഇലക്ഷൻ കമ്മീഷനെയും ഒക്കെ പലതരത്തിൽ സ്വാധീനിച്ചുകൊണ്ട് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പായിട്ട് പോലും ഇത്രയേറെ മുന്നേറ്റം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിക്ക് UP സംസ്ഥാനത്തിലടക്കം വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മതേതര ഇന്ത്യ ഒരു മാറ്റം, ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്ന വ്യക്തമായ സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ. ഞങ്ങൾക്ക് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന കൃത്യമായ സന്ദേശമാണ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തിൽ നൽകുന്നത്.